ഏതായാലും കേരളത്തിൻ്റെ സൂപ്പർ DGP ആയിരുന്ന മഹാൻ ഇനിയിപ്പം അഡീഷണൽ DGP ADGP ആയിരുന്നു വിരമിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മൾ ഈ സാധാരണ നാട്ടുപ്രയോഗത്തിൽ നമ്മൾ പറയാറുണ്ട്, ദുഷ്ടന് ദൈവം പന പോലെ വളർത്തിയിട്ട് മൂടോടെ വെട്ടിക്കളയും എന്ന് പറയാറുണ്ട്. ഇപ്പൊ അജിത് കുമാറിന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അതുപോലെ പിണറായിയുടെ തണലിൽ അങ്ങ് വളർന്നു കയറി അവസാനം താഴെ വീഴുന്നതിന്റെ പടിപടിയായിട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതെ, മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ DGP ഗ്രേഡിലേക്ക് അജിത് കുമാറിനെ പരിഗണിക്കപ്പെട്ടേനെ. പക്ഷേ ഈ തലമറന്ന് എണ്ണയ്ക്കാന്ന് പറഞ്ഞതുപോലെ പിണറായിയുടെ വിശ്വസ്തനായിരുന്നുകൊണ്ട് ഈ പിണറായിക്ക് ഇഷ്ടമല്ലാത്തവനെ മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അജിത് കുമാറിന് കിട്ടിയ പണി ഗംഭീരമാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ CAT കഴിഞ്ഞ ദിവസം അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിരുന്നു. അതില് 3 മണിക്കൂറോളം വാദം കേട്ടതിന് ശേഷമാണ് തള്ളിക്കളഞ്ഞത്. അതില് അജിത് കുമാറിന്റെ വാദങ്ങൾ എന്ന് പറഞ്ഞ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല എന്നാണ്. ഓർക്കണം, അതായത് എല്ലാ വൃത്തികേടുകളും കാണിക്കാൻ ഒരു മനുഷ്യനാണ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന്. അത് എന്താണ് നമ്മൾ ഈ സൈബർ ഭാഷയിൽ പറഞ്ഞ ഇങ്ങനെ കിടന്ന് കരയാതെ എന്ന് പറയുന്ന പറയും. അല്ല, ആലോചിച്ച് നോക്ക്, അടുത്ത ശ്രീജിത്തിനാണ് ചാൻസ്. നമുക്കറിയാം ഇപ്പൊ DGP എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ DGP ആയിരിക്കും. ഏതാണ്ട് 4 DGPമാർ ഒരേ സമയം ഉണ്ടാവും നമ്മുടെ ഒരു രീതി. അതിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ടാവും, ഫയർഫോഴ്സിന്റെ DGP, അങ്ങനെ പലതായിട്ടായിരിക്കും. അപ്പോൾ അജിത് കുമാറിന് ഇന്ന് ഒരു DGP ഗ്രേഡ് കിട്ടുമായിരുന്നു. മാത്രമല്ല ഇത് റിട്ടയർ ചെയ്യുമ്പോൾ അതിന്റെ ആനുകൂല്യങ്ങളുണ്ടാവും. DGP ഗ്രേഡിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്യുമ്പം അയാൾ ലോ ആൻഡ് ഓർഡർ DGP അല്ലെങ്കിൽ ഇപ്പോൾ DGP തന്നെയാണ്. അപ്പോൾ ശമ്പളത്തിലും പെൻഷനിലും കിട്ടുന്ന മറ്റേ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വർധന ഉണ്ടാവും. മാത്രമല്ല മുൻ DGP എന്നാണല്ലോ എല്ലാവരും അറിയപ്പെടുന്നത്. ഇത് മുൻ ADGP എന്നറിയപ്പെടുന്നതല്ലോ. മാത്രമല്ല മുൻ ADGP എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ സസ്പെൻഷൻ നേരിട്ടു, ഇനിയും വരുന്ന നടപടികളെല്ലാം വരുമ്പോഴത്തേക്കും എന്താണ് ഈ പല്ല് കൊഴിഞ്ഞ സിംഹം. അല്ല, അതാണ് സിംഹം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും പോലും. അല്ല, ആലോചിച്ച് നോക്കണേ, ഇനിയിപ്പോ 2-3 ക്രിമിനൽ കേസും വിജിലൻസ് കേസും പറയുന്നു. അഥവാ ഈ സർക്കാർ അക്കാര്യത്തിൽ എന്തെങ്കിലും ചവിട്ടി പിടിച്ചാൽ പോലും വേറ്റാരെങ്കിലും കോടതി പോകും. കാരണം ഇയാൾ അത്രത്തോളം ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ, നമ്മളൊരു സിവിൽ സർവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പൊതുസേവകനാണ്. നമ്മൾ ഒരു പൊതുപ്രവർത്തകൻ്റെ വേറെ അവരെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ആളാണ് ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർ ഈ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കാൻ പോയി ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാർ ഈ ട്രിബ്യൂണലിൽ വാദിച്ചൊരു കാര്യം, ആലപ്പുഴയിലെ അട്ടിമറി കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അജിത് കുമാർ എല്ലാം അട്ടിമറിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാർ ആ ട്രിബ്യൂണലിൽ അവർ സർക്കാരിന്റെ വാദമായിട്ട് അവതരിപ്പിച്ചത്. അപ്പം ആ വാദം ശരിവെക്കുക തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ 3 മണിക്കൂറോളം വാദം കേട്ടതിന് ശേഷം തള്ളിക്കളയേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായത്. അല്ല, ഇയാൾ യോഗ്യനെല്ലാം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ DGP ആയിരിക്കാൻ യോഗ്യനല്ല, ആ വാക്കാണ് വളരെ പ്രധാനപ്പെട്ടത്. അയാൾ അർഹനല്ല എന്ന് സർക്കാർ കോടതി ചൂണ്ടിക്കാട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം, CAT വേറെ വക്കീലിനെ വെച്ചാണ് നേരത്തെ തന്നെ. ഈ സംസ്ഥാന സർക്കാർ, കാരണം പിണറായി സർക്കാർ നിയോഗിച്ച പ്ലീഡർമാർ പലയിടത്തും ഉണ്ടായിരുന്നു. അവരെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അജിത്തിന് വേണ്ടി ഹാജരാവുന്ന വക്കീലിൻ്റെ അനുകൂല നിലപാട് ആ പ്രോസിക്യൂട്ടർ സ്വീകരിച്ചാണ്. അപ്പോൾ അവിടെ മാറ്റി കാണുമായിരിക്കും, CAT വേറെ വക്കീലിനെ വെച്ച് കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും അവിടുത്തെ പ്രോസിക്യൂട്ടറൊക്കെ വളരെ ഭംഗിയായി തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. ഈ അജിത് കുമാറിനെ പോലെയുള്ള ആൾ, അല്ലെങ്കിൽ നാളെ IPS IAS വരുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെപ്പോഴും നിഷ്പക്ഷരായിരിക്കണം. സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കും, അതെപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണത്. പക്ഷേ ഞാൻ നിങ്ങളുടെ ദാസനാണ്, ഞാൻ നിങ്ങളുടെ വിനീതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമാതിരി വൃത്തികേട് കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും എന്തിനൊരു അന്ത്യം ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം ഇറങ്ങി തിരിക്കുന്നവർക്കുണ്ടാകണം. അത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇവരൊക്കെ മുന്നിൽ ഇപ്പോൾ അവർക്ക് തന്നെ അറിയാവുന്നുള്ള ഇവരുടെ DGP ജയറാം പടിക്കലിൻ്റെ ഉദാഹരണം നമുക്ക് എടുക്കാം. ഇപ്പോൾ ജയറാം പടിക്കൽ അടിയന്തരാവസ്ഥ കാലത്ത് ഏതാണ്ട് ഈ അജിത് കുമാർ ചെയ്തതിൻ്റെ വേറെ പതിപ്പാണ് അദ്ദേഹം ചെയ്യുമായിരുന്നത്. അദ്ദേഹം അന്ന് IG ആയിരുന്ന VN രാജനാണ്, അന്ന് DGP ഇല്ല, IG ആണുള്ളത്. അപ്പോൾ IG എന്ത് പറയുമ്പോഴും ഇയാൾ പറയുമായിരുന്നത്, ഞാൻ HM അടുത്ത് ഹോം മിനിസ്റ്റർ K കരുണാകരൻ്റെ അടുത്ത് സംസാരിച്ചോളാം, താൻ ഇങ്ങോട്ട് ഭരിക്കാൻ വരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, ജയറാം പടിക്കൽ എല്ലാ കാര്യങ്ങളിലും ഒരു സൂപ്പർ IG ആയിട്ട് അന്ന് പെരുമാറി. അതിൻ്റെ തിക്തഫലം അനുഭവിച്ചത് ആദ്യം K കരുണാകരനും പിന്നീട് ജയറാം പടിക്കലിനെ അനുഭവിക്കണം. ജയറാം പടിക്കൽ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്നത് മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ. ജയറാം പടിക്കൽ വളരെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മാത്രവുമല്ല കേരളത്തിൽ നിന്ന് സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി പരിശീലനം പോലീസ് IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹമായിരുന്നു. മാത്രമല്ല അദ്ദേഹം അവിടെ സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് പോലീസ് കമ്മീഷണർ ആയിരുന്നു അന്ന്. അദ്ദേഹം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഓഫീസിലെ ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിമിഷ നേരം കൊണ്ട് പ്രതി പിടികൂടി എന്നുള്ളതാണ്. എല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണെന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിൽ നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ആ പ്രതിയെ പിടികൂടിയെന്നാണ്. ആരും സംശയിക്കാത്ത ഒരാളിനെ തന്നെ കൃത്യമായിട്ട് പിടികൂടിയെന്നാണ്. അജിത് കുമാറിന്റെ ചരിത്രം പരിശോധിച്ചാലും അദ്ദേഹം തുടക്കകാലത്ത് മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇറ്റാലിയൻ നാവികരെ പിടികൂടിയതിൽ നേതൃത്വം കൊടുത്ത അദ്ദേഹമായിരുന്നു. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഗുണ്ടകളെ കസ്റ്റഡിയിലെടുത്തത് അദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരു നല്ല കാലം അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു. പക്ഷേ വന്ന വഴി മറന്ന് അദ്ദേഹം പിണറായിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിന് തുടക്കം ഇട്ടത്. അല്ല, ഈ പിണറായിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതെങ്കിലും ചിന്തിക്കണം. ഇയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ പണി ഇതായിരിക്കും. മാത്രമല്ല, നമ്മൾ എല്ലാ സിവിൽ സർവൻസും ഓർക്കേണ്ട കാര്യം, നമുക്കെന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയപ്പോൾ രാഷ്ട്രീയക്കാരെ നമ്മളെ സംരക്ഷിക്കില്ല. അതങ്ങനെ ഇറങ്ങിയ ഒരാൾ കേൾക്കാരനാർ മാത്രമാണ്. അത് ചാരക്കേസ് രമണ ശ്രീവാസയുടെ കാര്യത്തിലും ജയറാമടിക്കൻ്റെ കാര്യത്തിലും കാരണാരൻ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അത് അദ്ദേഹത്തിന് അവസാനം ഏണിയായി മാറി. ഈ പിണറായി ഒന്നും ഒരിക്കലും അങ്ങനെ ശ്രമിക്കില്ല. പോട്ടെ, അവർ പോയി പിന്നെ പോയി, എനിക്ക് അവനെ കൊണ്ട് ആവശ്യമില്ലല്ലോ, ആവശ്യം കഴിഞ്ഞല്ലോ എന്നുള്ള നിലപാടാണ് എപ്പോഴും എടുക്കാറുള്ളത്. ഈ അജിത് കുമാറിൻ്റെ കാര്യം തന്നെ എടുക്കുക. നമ്മളോടൊക്കെ എത്ര പകയോടാണ് ഇയാൾ പെരുമാറും. നമ്മൾ അജിത് കുമാറിനെതിരെയല്ലേ, നമ്മൾ പിണറായി സർക്കാർ കാണിക്കുന്ന നെറിയലുകളും വൃത്തികളും നമ്മൾ തുറന്നു കാട്ടി. അത് നമ്മൾ അവിടുത്തെ പ്രതിപക്ഷത്തിനേക്കാളും കൃത്യമായ അക്കാര്യങ്ങൾ നമ്മൾ ആരുടെ പക്ഷം പിടിച്ചവരോ അല്ലെങ്കിൽ നമ്മൾ BJPക്കോ കോൺഗ്രസിനോ നിന്നവരല്ല. ഇവിടെ കണ്ട തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടി. എത്ര കേസ് നമ്മൾ പേരിലെടുത്തു. ആ കേസിന് വല്ലതും പിന്നെ നിയമസാധുതകളാണ് പല കേസുകൾ. ആര് വഴിയെ പോകുന്ന ആരുകൊണ്ട് പിന്നെ പരാതി കൊടുത്താൽ FIR ഇടണം അടുത്ത നിമിഷം. ഇതിൻ്റെ പിന്നെ നിയമവശമോ ഒന്നും നോക്കാതെ FIR ഇടുന്നതായിരുന്നു ഇവരുടെ രീതി. അപ്പോൾ ഈ അജിത് കുമാറിനെ പോലെയുള്ള ആളുകൾ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവർക്ക് വലിയ പണി കിട്ടും. അതുപോലെ തന്നെ ഇപ്പം അജിത് കുമാറിനാണെങ്കിലും ഈ മാസം 31-ന് പ്രൊമോഷൻ കിട്ടേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു DGP ആയിട്ട്. നേരത്തെ പറഞ്ഞ വിഷയം, ആ പദവി ഗ്രേഡ് കിട്ടേണ്ടതായിരുന്നു. DGP ഗ്രേഡ്. ഇതും കയ്യെത്തും ദൂരത്ത് പദവി നഷ്ടപ്പെട്ട് ഇനിയിപ്പം എന്താണ്, ഇനിയിപ്പം കേസ്, പെൻഷന്റെ ആനുകൂല്യങ്ങൾ നഷ്ടമാകൽ, ഇങ്ങനെ ഒരു എന്താണ് ചെയ്തു കൂട്ടിയതിന്റെ എല്ലാം ഒരു തിരിച്ചടികളുടെ ഒരു നീണ്ട നിര അദ്ദേഹത്തിന് ചെയ്തു കൂട്ടിയ ഈ പ്രവർത്തികൾക്കെല്ലാം തന്നെ ഇത്രയും വലിയ വില കൊടുക്കേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കേരള പോലീസുകാർക്കാണോ സംശയമാണ്. ജയറാമടിക്കൽ ജയിലിൽ കിടന്നിട്ടുള്ളത് വേറെ കാര്യം എങ്കിൽ പോലും അല്ല, ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഈ വേറൊരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോയി എല്ലാം വൃത്തികളും കാണിച്ചു. ആലോചിച്ചു, ഒരു ADGP വിളിച്ചു വരുത്തി ഒരു പ്രധാനപ്പെട്ട വലിയ വിവാദമായ സംഭവം, ക്രൂരമായ സംഭവം അന്വേഷണ സംഘത്തിനെ വിളിച്ചു വരുത്തിയിട്ട് തിരുത്തിക്കാന്ന് അത് ക്രിമിനൽ കുറ്റമാണത്. അല്ല, ഇവിടെ ജയറാം പഠിക്കലിന്റെ കാര്യം പറഞ്ഞാൽ അജിത് കുമാറിന് ജയിലിൽ കിടക്കേണ്ടി വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ജയറാം പഠിക്കലിന്റെ ഒരു അതേ ചരിത്രം ആവർത്തിക്കുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അജിത് കുമാറിന് മാറാനും വലിയ താമസമില്ല. അല്ല, അതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ സീനിയർ IPS ഉദ്യോഗസ്ഥന്മാരായിരുന്നു റിട്ടയർ ചെയ്ത് പലരും DGP ഗ്രേഡ് ഇരുന്ന് തന്നെയാണ് റിട്ടയർ ചെയ്തത്. അവർ ലോ ആൻഡ് ഓർഡർ എല്ലാവരും ആയിട്ടില്ലെങ്കിൽ പോലും വളരെ അപൂർവം പേര് DGP ആയി റിട്ടയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ചിലപ്പോൾ അവരുടെ സർവീസ് കുറവായുണ്ടൊക്കെ സംഭവിക്കാം. പക്ഷേ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ IPSലേക്ക് എത്തുകയും സുഖമായി ഒരു കുഴപ്പമില്ലാതെ അവിടുത്തെ DGP ആയി കുറച്ച് വർഷം ഇരുന്ന് റിട്ടയർ ചെയ്ത് മുൻ DGP ആയിട്ട് തന്നെ പോവുകയും ചെയ്യാൻ പറ്റും. ഒരു പിണറായിയാണ് വീണ്ടും തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. ആ ഉദ്ദേശത്തിലാകാം ഈ വൃത്തികേടുകളെല്ലാം ചെയ്തു കൂട്ടിയത്. അപ്പോൾ അവസാനം അറിഞ്ഞില്ല, ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുന്ന അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അല്ല, അതാണ് ഈ നമ്മൾ കർമ്മഫലം എന്ന് പറയുമല്ലോ, നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. കർമ്മഫലം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ നിരീശ്വരവാദിയാണെങ്കിൽ പോലും നമ്മൾ അവർ പറയും എന്തിനും ചെയ്യുന്നതിനൊരു റിയാക്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്ത പ്രവർത്തന ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മളെപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അല്ലെങ്കിൽ ഈ അജിത്തിൻ്റെ അവസ്ഥ പലർക്കും വരും. ഈ എല്ലാവരെയും ഈ ശത്രുത ഇപ്പം P ശശിയുണ്ട്, അവിടെ പിണറായി ഉണ്ട്, ഇയാളുണ്ട്, അജിത് കുമാറുണ്ട്, ഇവരൊരു പിന്നെ പിണറായിയുടെ കുടുംബാംഗങ്ങളുണ്ട്. ഇതിൽ പിണറായി നേരിട്ട് ഇതുപോലെ അറിഞ്ഞിരുന്നോ എന്ന് നമ്മൾ സംശയമാണ്. ഒരുപക്ഷെ പിണറായിയുടെ കുടുംബാംഗങ്ങൾ ഇയാളൊക്കെ അവിടുത്തെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗങ്ങളായിരുന്നല്ലോ. അപ്പോൾ ശശി തീരുമാനിക്കുന്നു, ശശി പറയുന്നു ഇങ്ങനെ അവനെ ദ്രോഹിക്കുക, അവനെ പിടിച്ചിട്ട് അകത്തിട്ട് അവൻ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നു. ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് നടപടി എടുക്കുകയാണ്. മാത്രമല്ല, ഈ ഇവിടുത്തെ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന വിശ്വാസിന്, എപ്പോഴത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി, ഈ ഇദ്ദേഹം എന്തെങ്കിലും കാര്യം ഇയാളടുത്ത് പറഞ്ഞാൽ അയാൾ അതല്ല, ഞാനത് CM-നോട് പറഞ്ഞോളാം. ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത് ഇയാളെക്കാളും തലപ്പത്തുള്ള ഒരാളാണ്. മന്ത്രി കഴിഞ്ഞ അടുത്ത ആഭ്യന്തര സെക്രട്ടറി കഴിഞ്ഞിട്ട് താഴോട്ട് വരുള്ളൂ പദവികളൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ ജർമ്മനിക്കൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ HM-ന്റെ അടുത്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും വിശ്വാസിന് നേരിട്ട് ഒപ്പിട്ടത്. ഇനിയിപ്പോ ഇതിനകത്ത് മുമ്പേ പറഞ്ഞതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ അജിത് കുമാറിന് വേണ്ടി കൂട്ടുനിന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ട് നിന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചും ഇനിയിപ്പോ ഇതേ അവസ്ഥയായിരിക്കും അവർക്ക് നേരിടേണ്ടി വരും. ഈ DVSമാര്, ഈ ഗ്രേഡ് എസ് ഐമാർ പിന്നെ കരഞ്ഞ് പറഞ്ഞ് അയ്യോ ഇയാളെ പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള വേറൊരു കാര്യം. എങ്കിൽ പോലും അവരെ ചെയ്തു. സർക്കാർ ചെയ്യില്ല എന്ന് പറയാനുള്ള
ആർജവം വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് കാണിക്കുക. അങ്ങനെ എത്ര ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ നാട്ടിൽ അവൻ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന പോലെ പ്രൊമോഷൻ പദവി കൂടെ ചിലപ്പോൾ ശിക്ഷയും കൂടെ കിട്ടും. നമ്മൾ പലരെയും പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ അജിത് കുമാറിൻ്റെ അനിഷ്ടത്തിന് വിധേയരായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇയാൾ എന്താണ് DYSP ആയിട്ട് SP ആവേണ്ടവരെ പോലും അത് പ്രൊമോഷൻ അനുവദിക്കാൻ പോയിട്ടുണ്ട്. CI ആയിരുന്നൊരു DYSP ആവാതെ പോയവരുണ്ട്. ഈ പറഞ്ഞതിനോട് നമുക്ക് കൂട്ടി പറയാവുന്നതാണ് P. വിജയൻ IPSന്റെ കാര്യം. അദ്ദേഹത്തിന് ഇതേപോലെ അജിത് കുമാറിന്റെ പകയ്ക്ക് ഇരയാകപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹത്തെ പിന്നീട് തേടിയെത്തിയത് ശബരിമല ചീഫ് കോർഡിനേറ്റർ ആണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം പുണ്യം പൂങ്കാവനം ശരിയാണ്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ശരിയാണ്, സർക്കാർ കോടതിയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പോലും ഒരിക്കലും അഭിനന്ദിച്ചാണ്. അതാണ് സംഭവിച്ചത്. അതാണ് മൻ കി ബാത്തിൽ അഭിനന്ദിച്ചതാണ് ഇവിടെ പ്രശ്നമായത്. അതുകൊണ്ട് പിന്നെ എന്താ ആലോചിച്ച് നോക്കി, രാജ്യദ്രോഹ കേസ് വരെ എടുത്ത ഒരവസ്ഥ വന്നില്ലേ, സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ പ്രോസസ് ചെയ്ത് ഇയാളായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയ്യപ്പൻ കലിയുഗ വരദനാണ്, കലികാലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയാണ് നമ്മളെപ്പോഴും കാണുന്നത്. അത് തന്നെ ഇവിടെ സംഭവിച്ചു. ഒരു ഇപ്പം വിശ്വാസം മാറ്റിവെച്ച് പറഞ്ഞാൽ കൂടിയും നമ്മൾ പറയാം, നമുക്ക് സത്യസന്ധതയ്ക്ക് നമുക്ക് അതിന്റെ റിസൾട്ടും കിട്ടും. സത്യം ഒന്നും ജയിക്കും. സത്യമേവ ജയതേ എന്നാണ് പറയുന്നത്. നമ്മുടെ പോലീസുകാരൊക്കെ എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സത്യമേവ ജയതേ ആയിരിക്കണമെന്നാണ്. സത്യമേവ ജയതയാണ് ഇപ്പോൾ സംഭവിച്ചത്. സത്യം സംഭവിച്ചു. ഏതായാലും അജിത് കുമാറിന് ഇനി DGP ആവാൻ പറ്റില്ല. ADGP ആയി. മാന്യമായിട്ട് അറിയാൻ പറ്റുമോ നോക്കി ഇന്നും അറിയില്ല. കാരണം ഈ കേസും കുസ്തി എല്ലാം കൂടെ വരികയാണെങ്കിൽ അതൊക്കെ ഇനി എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും കാവ്യനീതി ഒന്ന് ലോകത്തുണ്ട് എന്നുള്ളത് ഇതോടുകൂടി മനസ്സിലായിരിക്കും.